വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാർത്ഥനയും നമ്മൾ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയവും ആ പ്രാർത്ഥനയുടെ പ്രാധാന്യവും നമ്മൾ അറിയേണ്ടതുണ്ട്. നാം ദിവസവും മിനിമം 17 തവണ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കണമേ എന്ന് സൂറത്തുൽ ഫാത്തിഹയിലെ 6-ാമത്തെ ആയത്താണ്. ഒരാൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഖാല അല്ലാഹു തആല പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് നമ്മൾ നമസ്കാരത്തിലൂടെയും അല്ലാതെയും പ്രഖ്യാപിക്കുമ്പോൾ അല്ലാഹു പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് ഞാനും എൻ്റെ ദാസനും തമ്മിലുള്ള ഒരു കരാറാണ്. വലി അബ്ദി മാ സഅൽ, എൻ്റെ ദാസന് അവൻ ചോദിക്കുന്നതുണ്ട് എന്ന്. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കണമേ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, നിന്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, വഴിപിയച്ചവരുടെ മാർഗത്തിലുമല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ വീണ്ടും അല്ലാഹു തആല പറയും ഹാദാ ലി അബ്ദി, ഇതെൻ്റെ അടിമക്കുള്ളതാകുന്നു, വലി അബ്ദി മാ സഅൽ, അവൻ ചോദിക്കുന്നതുണ്ട്, ആ ദാസന് അവൻ ചോദിക്കുന്നതുണ്ട് എന്നാണ്. സ്വഹീഹ് മുസ്ലിമിലെ 395-ാമത്തെ ഹദീസാണ്. അപ്പോൾ അല്ലാഹു തആല പറയുകയാണ് എൻ്റെ ദാസൻ അവൻ ചോദിക്കുന്നതുണ്ട് എന്ന്. ആ സന്ദർഭത്തിലാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ സന്മാർഗം, ഹിദായത്ത് ചോദിക്കുന്നത് എന്നാണ്. തഫ്സീർ ഇബ്നു കസീറിൽ നമുക്ക് കാണാം, അദ്ദേഹം പറയുകയാണ് ഫഖാലൽ ഇമാമു അബൂ ജഅഫർ ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അജ്മഅത്തിൽ ഉമ്മത്തു, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഈ ഉമ്മത്ത് അല്ലെങ്കിൽ അജ്മഅത്തിൽ ഉമ്മത്തു മിൻ അഹ്ലി തഅവീൽ, ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ അവർ ഒരുമിച്ചിട്ടുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് അല അന്ന സിറാത്തൽ മുസ്തഖീം ഹുവ ത്വരീഖുൽ വാദിഹുൽ ലദീ ലാ ഇഅ്വിജാജ ഫീഹി. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായൊരു വഴിയാണ്, ഒരു വളവുമില്ലാത്ത, ഒരു വക്രതയുമില്ലാത്ത, ഒരു അവ്യക്തതകളുമില്ലാത്ത ശരിയായ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് തറക്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈദാ, വെളുത്ത സുന്ദരമായൊരു മാർഗത്തിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാവ് പോലും പകല് പോലെ പ്രശോഭിതമാണ്, അത്രയും തെളിമയാർന്ന നേർവഴിയാണ്, തൗഹീദിൻ്റെ സൽബന്ധാവാണ് സിറാത്തുൽ മുസ്തഖീം. ആ ഒരു സിറാത്തുൽ മുസ്തഖീമാണ് നമ്മൾ അള്ളാഹുവിനോട് തേടുന്നത്. എപ്പോഴും നമ്മൾ റബ്ബു സുബ്ഹാനഹു വ തആലയോട് ഹിദായത്ത് ചോദിക്കേണ്ടതുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, അല്ലാഹു തആല തൻ്റെ ദാസന്മാരെ വിളിച്ചു പറയുന്നു യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, കുല്ലുക്കും ضالٌ, നിങ്ങളെല്ലാവരും വഴിതെറ്റിയവരാണെങ്കിൽ വഴിയറിയാത്തവരാണ്, ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ആർക്കാണോ ഹിദായത്ത് നൽകിയത് അല്ലാത്തവർ മുഴുവനും വഴിപിയവിലാണ്. അതുകൊണ്ട് ഫസ്തഹ്ദൂനി, നിങ്ങൾ എന്നോട് നേർമാർഗം ചോദിക്കുക, അഹ്ദിക്കും, ഞാൻ നിങ്ങൾക്ക് നേർമാർഗം നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. സ്വഹീഹ് മുസ്ലിമിലെ
2577 ഹദീസാണ്. അപ്പോൾ സിറാത്തുൽ മുസ്തഖീമാണ് നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൻ അബ്ദില്ലാഹ് ഖാല ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തം ബിയദിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈകൊണ്ട് ഒരു വര വരച്ചു. ثم قال هذا سبيل الله مستقيما. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതാകുന്നു അല്ലാഹുവിൻ്റെ മാർഗം. മുസ്തഖീമ, മുസ്തഖീമ എന്ന് പറഞ്ഞാൽ ലാ ഇഅ്വിജാജ ഫീഹി, യാതൊരു വക്രതയുമില്ലാത്ത ശരിയായ നേരായ മാർഗമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ثم خط عن يمينه وشماله. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും അഥവാ ഇരുവശങ്ങളിലും വരകൾ വരച്ചു. ثم قال هذه السبل ليس منها سبيل إلا عليه الشيطان وهو يدعو إليه. ഇതൊക്കെ മറ്റു വഴികളാണ്, ഈ വഴികളിലേക്കെല്ലാം പിശാച് വിളിക്കാതിരിക്കുകയില്ല. സന്മാർഗത്തിൽ നിന്ന് ഒരു മനുഷ്യനെ തെറ്റിക്കുവാനുള്ള സകല പരിശ്രമവും വിശ്രമമില്ലാതെ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പിശാച് ഇതല്ലാത്ത, ഈ നേർമാർഗമല്ലാത്ത പിയച്ച മാർഗത്തിലെ ഓരോ വഴിയിലും വിളിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മെ അറിയിക്കുന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഉദ്ധരിച്ചു കൊടുത്തു. ثم قرأ, പിന്നീട് അവിടുന്ന് പാരായണം ചെയ്തു, وأن هذا صراطي مستقيما. ഇതാകുന്നു എൻ്റെ മാർഗം, മുസ്തഖീമ, നേരെ ചൊവ്വയുള്ള മാർഗം. ഫത്തബിഊഹു, നിങ്ങൾ അത് പിൻപറ്റണം. വലാ തത്തബിഉ സുബുല, അതല്ലാത്ത മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാർഗങ്ങളില്ല, സ്വർഗത്തിലേക്കുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്നാൽ സിറാത്തുൽ മുസ്തഖീം എല്ലാ വിഷയത്തിലുമുണ്ട്. നമ്മുടെ അഖീദയുടെ വിഷയത്തിലാകട്ടെ, നമ്മുടെ കർമ്മത്തിൻ്റെ വിഷയത്തിലാകട്ടെ, മറ്റു പ്രവർത്തനത്തിൻ്റെ വിഷയങ്ങളിലാകട്ടെ, എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിറാത്ത് മാർഗമെന്തെന്ന് നമ്മൾ പരിശോധിക്കണം. എന്നാൽ സിറാത്തുൽ മുസ്തഖീം, സ്വർഗത്തിലേക്കുള്ള വഴി ഒരുപാടെണ്ണമില്ല, ഒന്ന് മാത്രമുള്ളൂ. എന്നാൽ നരകത്തിലേക്ക് പല വഴികളുണ്ട്. ആ വഴികളിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി ഇബ്ലീസും അവൻ്റെ അനുയായികളും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഉദ്ധരിച്ച ഹദീസ് മുസ്നദ് അഹ്മദിലെ 4437 ഹദീസാണ്. അല്ലാഹു തആല സൂറത്തുൽ അൻആമിൻ്റെ 153 ആയത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ഇതാകുന്നു എൻ്റെ മാർഗം, നേരെ ചൊവ്വയുള്ള മാർഗം. ഫത്തബിഊഹു, നിങ്ങളത് പിൻപറ്റണം. വലാ തത്തബിഉ സുബുല, അതല്ലാത്ത വഴികൾ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, അതല്ലാത്ത വഴികൾ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ എൻ്റെ മാർഗത്തിൽ നിന്ന് ഭിന്നിച്ചു പോകുന്നതാകും, ചിതറിപ്പോകുന്നതായിരിക്കും. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾക്കുള്ള വസിയത്താകുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, സിറാത്തുൽ മുസ്തഖീം നമ്മൾ പഠിക്കുകയും ആ സിറാത്തുൽ മുസ്തഖീം പിൻപറ്റുകയും അത് ലഭിക്കാനും അതിൽ അടിയുറച്ചു നിൽക്കാനും അതിൽ നിന്ന് തെന്നിപ്പോവാതിരിക്കാനുമൊക്കെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുകയും ചെയ്യേണ്ടതുണ്ട്. ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. അല്ലാഹുവേ, നീ എന്നെ പിഴപ്പിച്ചതിനാൽ ഞാൻ നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ പോയി ഇരിക്കുക തന്നെ ചെയ്യും. ثم لآتينهم من بين أيديهم, പിന്നീട് ഞാൻ അവരുടെ മുമ്പിലൂടെ പോകും. ومن خلفهم, ആ ആളുകളുടെ പിന്നിലൂടെ പോകും. وعن أيمانهم, അവരുടെ വലതുഭാഗത്ത് കൂടി പോകും. وعن شمائلهم, അവരുടെ ഇടതുഭാഗത്ത് കൂടി പോകും. ولا تجد أكثرهم شاكرين, അവരിൽ അധികം ആളുകളും നിനക്ക് നന്ദിയുള്ളവരായി നീ കണ്ടെത്തുകയില്ല. സൂറത്തുൽ അറാഫിലെ 16-17 ആയത്തുകളാണ്. മുഖ്ലിസീങ്ങളായ ദാസന്മാരെ പിഴപ്പിക്കാൻ കഴിയില്ലെന്ന് ഇബ്ലീസിനോട് അല്ലാഹു തആല പറയുന്നുമുണ്ട്. അപ്പോൾ ഇബ്ലീസ് നമ്മെ നരകത്തിൻ്റെ വഴികളിലേക്ക് കൊണ്ടുപോകാൻ പരമാവധി പരിശ്രമിക്കുമെന്നും ആ പരിശ്രമത്തെ സംബന്ധിച്ച് ജാഗരൂകരാകണമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു മനുഷ്യനെയും എങ്ങനെ നരകത്തിലേക്ക് എത്തിക്കാമെന്നാണ് അവൻ ചിന്തിക്കുന്നത്. കുഫറിലേക്ക് ക്ഷണിക്കും, ശിർക്കിലേക്ക് ക്ഷണിക്കും.
അതുപോലെ തന്നെ ബിദ്അത്തുകളിലേക്ക് ക്ഷണിക്കും, ഹറാമുകളിലേക്ക് ക്ഷണിക്കും. ഇനി ഹറാമൊന്നും ചെയ്യാത്തവനാണെങ്കിൽ ചെയ്ത നന്മകൾ എടുത്തു പറയിപ്പിച്ചുകൊണ്ട് അത് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവനെ നയിക്കും. അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളെ മുടക്കുന്ന പ്രവർത്തനമായിരിക്കും. പല രൂപത്തിലും ഇബ്ലീസും അവൻ്റെ അനുയായികളും ഈ ഒരു സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മെ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തെല്ലാം ജാതി തിന്മകളാണ് അല്ലെ! എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും തിന്മക്കുള്ള അവസരങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അധികവുമെന്ന് നമുക്കറിയാം. പക്ഷേ അതിലൊന്നും പെടാതെ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല പറയുന്നുണ്ട്, വഅല്ലവിസ്തഖാമു അലത്ത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ. ആരാണോ ഈ ഒരു സിറാത്തുൽ മുസ്തഖീമിൽ നേരായ മാർഗത്തിൽ ഇസ്തിഖാമത്തോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ഉറച്ചു നിൽക്കുന്നത്, അവർക്ക് ഏറ്റവും നല്ല സമൃദ്ധമായ വെള്ളം നാം കുടിപ്പിക്കുമെന്നാണ് സൂറത്തുൽ ജിന്നിന്റെ 16-ാമത്തെ ആയത്താണ്. ഈ ഒരു ഹുദ, ഈ ഒരു സന്മാർഗം, ഈ ഒരു ഹിദായത്ത് അത് പിൻപറ്റുന്നവർക്കാണ് സമാധാനമുള്ളത്, അവർക്കാണ് രക്ഷയുള്ളത്. അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിനെയും ഹവ്വ അലൈഹിസ്സലാമിനെയും ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, ഇഹ്ബിതു മിൻഹാ ജമീആ, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, അങ്ങനെ നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള സന്മാർഗം വന്നെത്തുമ്പോൾ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ആരാണോ ആ സന്മാർഗത്തെ പിൻപറ്റുന്നത് അവർക്ക് ദുഃഖമോ ഭയമോ ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ ആയത്താണ്. സൂറത്തു ത്വാഹയിൽ നമുക്ക് കാണാം, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള സന്മാർഗം വന്നെത്തും. ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ, ആരാണോ ഈ ഒരു സന്മാർഗത്തെ പിൻപറ്റുന്നത് അവർ വഴിപിഴക്കുകയോ ദൗർഭാഗ്യവാരാവുകയോ ചെയ്യുകയില്ല എന്നാണ്. അഥവാ സന്മാർഗം ഏതെന്ന് പഠിക്കാതെ തോന്നി പോലെ ജീവിച്ചാൽ നമ്മൾ വഴിപിഴക്കുകയും ദൗർഭാഗ്യരാവുകയും ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം നമ്മൾ റബ്ബു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കണം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് വളരെ ആത്മാർത്ഥമായി റബ്ബു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിന്റെ പ്രാരംഭത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ സംബന്ധിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ബിഅയ്യി ശൈഇൻ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഫ്തതിഹു സ്വലാതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടായിരുന്നു അവിടുത്തെ രാത്രി നമസ്കാരം സ്വലാതഹു ഇദാ ഖാമ മിനൽ ലൈൽ, രാത്രിയിൽ നമസ്കരിക്കുമ്പോൾ നബി എന്തുകൊണ്ടാണ് തൻ്റെ നമസ്കാരം സ്റ്റാർട്ട് ചെയ്തിരുന്നത്, ആരംഭിച്ചിരുന്നത്? ഖാലത്ത്, അവർ പറഞ്ഞു, കാന ഇദാ ഖാമ മിനൽ ലൈൽ ഇഫ്തതഹ സ്വലാതഹു അല്ലാഹുമ്മ റബ്ബ ജിബ്രായീല വമീകായീല വഇസ്റാഫീല ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശ്ശഹാദ അൻത തഹ്കും ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം അല്ലാഹുമ്മ റബ്ബ ജിബ്രായീല വമീകായീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിന്റെ പ്രാരംഭത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ജിബ്രീലിന്റെയും മീകായിലിന്റെയും റബ്ബേ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം സൃഷ്ടികർത്താവേ, ആലിമൽ ഗൈബി വശ്ശഹാദ, അദൃശ്യവും ദൃശ്യവും ഒക്കെ അറിയുന്ന, മറഞ്ഞതും തെളിഞ്ഞതുമൊക്കെ അറിയുന്നവനെ, അൻത തഹ്കും ബൈന ഇബാദിക്, നിന്റെ ദാസന്മാർക്കിടയിൽ നീ വിധി കൽപ്പിക്കുന്നു. ഇഹ്ദിനി ഫീമ അൻത തഹ്കും ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവർ ഏതൊരു കാര്യത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായത് ആ ഒരു വിഷയത്തിൽ റബ്ബേ നീയാണ് നിന്റെ ദാസന്മാർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഇഹ്ദിനി, അല്ലാഹുവേ എനിക്ക് നീ നേർമാർഗം നൽകണമേ. ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്, ആ ഭിന്നിപ്പുള്ള വിഷയത്തിൽ നിന്റെ അനുമതി പ്രകാരം ഹക്കിലേക്ക് എന്നെ നയിക്കണമേ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നവരെ നീ നേർമാർഗത്തിലേക്ക് നയിക്കുന്നുവല്ലോ എന്നാണ്.
സ്വഹീഹ് മുസ്ലിമിലെ 770 ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിദായത്തിലാണെന്ന വിഷയത്തിൽ നമുക്കാർക്കും തർക്കമില്ല. ഒരിക്കലും വലാലത്തിലേക്ക് അദ്ദേഹം പോവുകയില്ലെന്ന് നമുക്കുറപ്പാണ്. ഹിദായത്ത് മാത്രമല്ല, ഹിദായത്തിൻ്റെ വഴി ലോക ജനങ്ങൾക്ക് മുഴുവനും കാണിച്ചു കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, അല്ലാഹുവേ നീ ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണമേ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് 2 രൂപത്തിലുള്ള ഹിദായത്താണ്. അഥവാ ഹിദായത്തു തൗഫീഖ്, അതുപോലെ തന്നെ ഹിദായത്തുൽ ഇർഷാദ്. ഹിദായത്ത് 2 രൂപത്തിലുണ്ട്. ഒന്ന് ഹിദായത്ത് നൽകുക എന്ന ഹിദായത്ത്, അത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ ഹിദായത്ത് ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തത് ഹിദായത്തുൽ ഇർഷാദ്, നേർമാർഗം കാണിക്കുക അല്ലെങ്കിൽ നേർമാർഗം അറിയിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഹിദായത്തു ദലാലത്തി വൽ ഇർഷാദ് എന്നും പറയും. അത് പ്രവാചകന്മാർക്കൊക്കെ കാണിക്കാൻ കഴിയും. പ്രബോധകന്മാർക്കും പ്രവാചകന്മാർക്കുമൊക്കെ സന്മാർഗം ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനൊക്കെ കഴിയും. ഇവിടെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നേർമാർഗം കാണിക്കുകയും ആ നേർമാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ എന്ന അർത്ഥം അതിനുണ്ട്. മാത്രവുമല്ല, ഹിദായത്ത് സ്വീകരിച്ചവരാണെങ്കിൽ അല്ലാഹുവേ ആ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന ആശയവും ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിനും അല്ലാഹുവിൻ്റെ ഒരു മഖ്ലൂഖിനും ഹിദായത്ത് നൽകുവാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഖന്തക് യുദ്ധത്തിൻ്റെ കിടങ്ങ് പിടിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന, അല്ലാഹുവേ നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാകുമായിരുന്നില്ല. വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ, അല്ലാഹുവേ നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സ്വദഖ നൽകുകയോ അല്ലെങ്കിൽ വിശ്വസിക്കുകയോ നമസ്കരിക്കുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. ഫഅൻസിലൻ സകീനതൻ അലൈനാ, അതുകൊണ്ട് നിന്റെ പക്കൽ നിന്നുള്ള ശാന്തി ഞങ്ങളിലേക്ക് നീ ഇറക്കണമേ. വസബ്ബിതൽ അഖ്ദാമ ഇല്ലാ ഖൈനാ, ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. ഇന്നൽ അഅദാഅ ഖദ് ബഅു അലൈനാ, തീർച്ചയായും ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ അതിക്രമം പ്രവർത്തിക്കുന്നു. ഇദാ അറാദു ഫിത്നതൻ അബൈന, അവർ കുഴപ്പമുദ്ദേശിക്കുന്നു, ഞങ്ങളതിനെ വിസമ്മതിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയിലെ ആ ഒരു കവിതയിലെ ആദ്യത്തെ വരി എന്താണ്? അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ, അല്ലാഹുവേ നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാകുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഹിദായത്ത് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു തആല സൂറത്തു യൂനുസിന്റെ 25-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു തആല നിങ്ങളെ സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് വിളിക്കുന്നു. വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഹിദായത്ത് ലഭിക്കാനും അത് നഷ്ടപ്പെടാതിരിക്കുവാനും അത് ഉറച്ചു നിൽക്കുവാൻ വേണ്ടി പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തയ്യാറാവുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഹിദായത്ത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നും അല്ലാഹ്ക്കല്ലാതെ ആർക്കും സന്മാർഗം നൽകാൻ കഴിയില്ല എന്നുമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായിരുന്ന അബൂ ത്വാലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. ആ അബൂ ത്വാലിബ് മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്. യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലയോ പിതൃവ്യ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയണം. കലിമതൻ അഷ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, നിങ്ങളത് പ്രഖ്യാപിച്ചാൽ അതുവഴി ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ താങ്കൾക്ക് വേണ്ടി ശുപാർശ പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബൂ ത്വാലിബ് മനസ്സുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളാണ്.
അഥവാ ലാ ഇലാഹ ഇല്ലല്ലയാണ് ശരിയെന്ന് ആർക്കറിയാം? അബൂ ത്വാലിബിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം, എന്നാലേ മുസ്ലിം ആവുകയുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചിട്ടും അബൂ ത്വാലിബിന് ഹിദായത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ളലാലത്തിലായി, മുശ്രിക്ക് തന്നെയായി അയാൾ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പ്രഖ്യാപിച്ചു, അമാ വല്ലാഹി ലഅസ്തഗ്ഫിറന്ന ലക മാലം ഉൻഹ അൻക, താങ്കൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ തേടുക തന്നെ ചെയ്യും, ഞാൻ ആ വിഷയത്തിൽ വിരോധിക്കപ്പെടുന്നത് വരെ. അതായത് അങ്ങനെ തേടാൻ പാടില്ല, ഈ മരിച്ച മുശ്രിക്കായ പിതൃവ്യന് വേണ്ടി പൊറുക്കലിനെ തേടാൻ പാടില്ല എന്ന ഒരു വിലക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ, വിശ്വാസികൾക്കാകട്ടെ, മുശ്രിക്കുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ പാടില്ല. വലൗ കാനൂ ഉലി ഖുർബാ, അവർ എത്ര അടുത്ത ആളുകളാണെങ്കിലും, മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, ആ ആളുകൾ നരകത്തിൻ്റെ ആളുകളാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത്തരം മുശ്രിക്കുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. സൂറത്തു തൗബയിലെ 113-ാമത്തെ ആയത്താണ്. തന്നെയേറെ സ്നേഹിച്ചിരുന്ന പിതൃവ്യനായ അബൂ ത്വാലിബിന് പോലും ഹിദായത്ത് നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞിട്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന് പിതാവായ ആസറിന് ഹിദായത്ത് നൽകാൻ കഴിഞ്ഞിട്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകനെ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിലേക്ക് വിളിക്കുന്നുണ്ട്, പക്ഷേ ആ മകൻ വരുന്നില്ല. ആ മകനെ കപ്പലിൽ കയറ്റാൻ, ആ മുഅ്മിനീങ്ങളുടെ കപ്പലിൽ കയറ്റി അവനെ മുഅ്മിനാക്കാൻ നൂഹ് നബി അലൈഹിസ്സലാമിന് കഴിഞ്ഞിട്ടില്ല. പ്രവാചകന്മാർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് ഹിദായത്ത് നൽകുക എന്നുള്ളത്. എന്നാൽ പലപ്പോഴും കുത്തുബിയത്തിൻ്റെ വരികളിലൂടെയും മറ്റുമൊക്കെ പുരോഹിതന്മാർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് അല്ലാഹു അല്ലാത്തവരോട് ഹിദായത്ത് ചോദിക്കാം, ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട് സന്മാർഗം ചോദിക്കാമെന്നാണ്. കുത്തുബിയത്തിൻ്റെ തുടക്കം തന്നെ ആദ്യം ഹംദു സ്വലാത്തൊക്കെ ഉണ്ട്, അതിന് ശേഷം വരുന്നത് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും നൽകുന്ന മഹാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം അച്ചുതണ്ടാണ് എന്ന് പറഞ്ഞ് ശിർക്കൻ വരികളടങ്ങിയ ആ കുത്തുബിയത്ത്. അതുപോലെ തന്നെ 1000 വട്ടം ആരാണോ എന്നെ വിളിക്കുന്നത് അവർ ഞാൻ പെട്ടെന്ന് ഉത്തരം നൽകുമെന്നൊക്കെ പറയുന്ന ആ കുത്തുബിയത്തിൻ്റെ ശിർക്കൻ വരികളുടെ കൂട്ടത്തിൽ ഒരു ശിർക്കൻ വരി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താണ് അത് അവിടെ പറയുന്നത്? ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു, താങ്കൾ പ്രവേശിച്ച ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എൻ്റെ ഹൃദയത്തിന് വെളിച്ചം നൽകണമേ, എന്നെ അതിലേക്ക് നയിക്കണമേ. ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു, അല്ലാഹു താങ്കൾക്കത് നൽകിയിട്ടുണ്ട് ആ സിറാത്തുൽ മുസ്തഖീം. ഫഅൻത മാലികുഹു, താങ്കളാണ് ആ സിറാത്തുൽ മുസ്തഖീമിൻ്റെ ഉടമസ്ഥൻ. നഊദു ബില്ലാഹ്, അങ്ങനെ തേടുകയാണ്. വനജിനി മിൻ അല്ലാഹ്, ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് താങ്കൾ ഞങ്ങളെ രക്ഷിക്കണമേ. ഫിഹാ മഹാലികുഹു, എല്ലാ രൂപത്തിലുമുള്ള നാശങ്ങൾ വരുത്തുന്ന ലലാ എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. സുൽത്താന കുല്ലി വലിയിൻ മുഹീദ്ദീനി, എല്ലാ വലിയങ്ങളുടെയും നേതാവായ മുഹീദ്ദീൻ ഷെയ്ഖെ എന്ന് പറഞ്ഞ് സിറാത്തുൽ മുസ്തഖീം ചോദിക്കുന്ന ആരോടാ? അള്ളാഹുവിൻ്റെ പടപ്പിനോട്. മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് തേടിയാൽ കുഴപ്പമില്ല എന്നാണ് പുരോഹിതന്മാർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്താ? അല്ലാഹുവേ നീ എന്നെ നേർമാർഗത്തിലാക്കണേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് നബിയെ ഞങ്ങളെ സന്മാർഗത്തിലാക്കണേ എന്ന് സ്വഹാബിമാർ പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞെന്താ? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയെ താങ്കൾ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കാൻ താങ്കൾക്ക് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ ഉദ്ദേശിച്ച് അയാളെ സ്വർഗത്തിലാക്കാനോ സ്വർഗത്തിലാക്കാനോ നബിക്ക് പോലും സാധ്യമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയാത്ത ഖബറിൽ കിടക്കുന്ന മൺമറഞ്ഞു പോയ ഒരാൾക്ക് നമ്മെ എങ്ങനെ ഹിദായത്തിലാക്കാൻ കഴിയും? ഹിദായത്ത് അള്ളാഹ്ക്ക് മാത്രം നൽകാൻ കഴിയുന്നതാണ്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, സിറാത്തുൽ മുസ്തഖീം എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നൽകാൻ അല്ലാഹു തആലയ്ക്ക് മാത്രമേ കഴിയൂ. ഏതാണ് ആ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച നബിമാരും സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമൊക്കെ ജീവിച്ച ആ തൗഹീദിന്റെ സൽപന്താവ്. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം എന്ന് പറഞ്ഞല്ലോ. അല്ലാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബ്, അവനെ ആരാധിക്കുക, അതെത്രേ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ആ ഒരു സന്മാർഗം. അത് നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തേടുക. സന്മാർഗം ഏത് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കുകയും അതിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിദായത്ത് സ്വീകരിച്ച് ആ ഒരു മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോയി അങ്ങനെ തന്നെ ഹിദായത്തിൽ നിന്ന് പിഴക്കാതെ യഥാർത്ഥ മുസ്ലിങ്ങളായി മരണപ്പെടുന്നവരിൽ അല്ലാഹു തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണമായ ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും സമൂഹത്തെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ.